ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാസ് അനിസാസ് വേൾഡ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടലിലെ നാടൻ കോഴിപ്പെരിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ കൃഷ്ണ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നാടൻ കോഴിപ്പെരിട്ട് എന്ന് കേട്ടാൽ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടി വരുന്നത് കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടലിലെ നാടൻ കോഴിപ്പെരിട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. നമ്മളിതാ അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ വന്നപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ. അന്നേരം അതെ, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, തിരക്ക് കുറവായിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം നമുക്കിരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടി കേട്ടോ. ഇവിടെ ഫുഡെല്ലാം കൊടുക്കുന്നത് ഇലയിലാണ് കേട്ടോ, വാഴയിലയിൽ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആ നാടൻ വാഴയിലയിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും വേറൊന്നിനും കിട്ടത്തില്ല അല്ലേ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് നാടൻ കോഴിപ്പെരിട്ടും നാടൻ കോഴിയുടെ ലിവറുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയും പുട്ടുമാണ് വാങ്ങിച്ചത്. ഇവിടെ നാടൻ കോഴിപ്പെരിട്ട് മാത്രമല്ല കേട്ടോ, വേറെ സ്പെഷ്യലായിട്ട് കാന്താരി ചിക്കനും ചിക്കൻ തോരനും ചിക്കൻ ലിവറും ഒക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ തന്നെ പുട്ടും പൊറോട്ടയും കപ്പയും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ നാടൻ കോഴിപ്പെരിട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാടൻ കോഴിപ്പെരിട്ട് വളരെ ഫേമസ് ആണ്. ട്രിവാൻഡ്രം ബാലരാമപുരത്തിനടുത്ത് കട്ടച്ചൽക്കുഴിയിലാണ് കറക്റ്റ് സ്പോട്ടായിട്ട് വരുന്നത്. ഇവിടെ വന്നാൽ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ.